നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഇഷ്ടംപോലെ കമൻറ്റുകളാണ്. കല്യാണം കഴിഞ്ഞോടെ എനർജി പോയല്ലോ, കല്യാണം കഴിഞ്ഞോടെ ആകെപ്പാടെ മെച്യൂരിറ്റി ആയാലോ, ശാന്തനായാലോ, ഫിലോസഫി ആയാലോ. ആ വീഡിയോ ഒരു കമ്പാക്ക് വീഡിയോ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ വളരെ ലളിതമായിട്ടും വളരെ ഫിലോസഫിക്കലായിട്ടും വളരെ ശാന്തമായിട്ട് ആ ഒരു വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേയധികം പോസിറ്റീവ് കമൻറ്റ്സ് ഇഷ്ടം പോലെ. അതായത് ഞാൻ പുറത്തിറങ്ങി എപ്പോഴും എന്നോട് ചോദിക്കുന്നത്, ഞാൻ കുറേ പേരെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ടൗണുകളിൽ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ പോയി കഴിയുമ്പോഴും. സോ ബേസിക്കലി അവർ ചോദിക്കുന്നത് എന്താണ് വീഡിയോ ഇല്ലാത്തത്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നു. ഒരു കുറച്ച് പേരേ ഉള്ളൂ, അധികം ആളുകളൊന്നുമില്ല. എങ്കിലും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന കുറേ ആളുകൾ തന്നെയാണ് ഈ തിരിച്ചുവരവിനും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ അഗിതയുണ്ട് ക്യാമറേൻ്റെ പുറകിൽ. നിങ്ങളെന്തെങ്കിലും ചിരികളൊക്കെ കേട്ടാൽ അവളുടെ ചിരിയായിരിക്കും. അപ്പം അവളും കൂടെയുള്ള മോട്ടിവേഷനാണ് ഞാനിങ്ങനെ തിരിച്ചു വരാനും നമ്മുടെ കൊറോണേൻ്റെ പിടിയിൽ നിന്നും പിടിപെട്ട് നമ്മൾ പയ്യെ രണ്ടായിട്ടൊരു ട്രിപ്പ് അടിക്കാനും ഒക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ പൊടി തട്ടി പുറത്തെടുക്കാനും. ഓക്കെ, എനിവേ, സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ എന്തെല്ലാം വാങ്ങിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഗോപ്രോൻ്റെ ചിൻ മൗണ്ട്, ചിൻ ബ്രാക്കറ്റ് ആക്കുന്ന ഹെൽമെറ്റിൻ്റെ, പിന്നെ ഒരു ലാവലിയർ മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ഡ്യുവൽ ക്യാമറ ചാർജർ ഉണ്ട്, ബാറ്ററി ചാർജർ ഗോപ്രോൻ്റെ ഹീറോ 8ൻ്റെ മീഡിയ മോഡുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മളിപ്പം ജസ്റ്റ് വാങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം ഒരു ഹെൽമെറ്റ് ഉണ്ട്. ഒരു ഹെൽമെറ്റിലാണ് നമ്മളിപ്പോൾ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഗിതയും കൂടെ വരുന്നതുകൊണ്ട് 2 ഹെൽമെറ്റ് നമുക്ക് വ്ളോഗിങ്ങിനായിട്ട് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു പ്രൊഡക്റ്റ് ഞാൻ പറയാനുള്ളത് നമ്മുടെ അഗിതയ്ക്കുള്ള ഒരു പുതിയൊരു ജാക്കറ്റാണ്. ബൈക്കിംഗ് ബ്രദർഹുഡിൻ്റെ BBG ഗിയേഴ്സിൻ്റെ ലേഡി ഏഞ്ചൽ എന്നാണ് ഈ ജാക്കറ്റിൻ്റെ പേര്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന റൈഡർ ഏഞ്ചൽ എന്നാണ്. ഇതും കൂടെയാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്ന വേറൊരു പ്രൊഡക്റ്റ്. അപ്പോൾ മൊത്തത്തിലൊരു ഫുൾ ഫ്ലെഡ്ജ് ടൂറിംഗ് സെറ്റപ്പ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്, കപ്പിൾ വ്ളോഗിങ് സെറ്റപ്പ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നാലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും ചെറിയൊരു അൺബോക്സിങ്, ചെറിയൊരു അപ്ഡേറ്റ്, ചെറിയൊരു വിശേഷം പറച്ചൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്നാലും വീഡിയോനെ കൊണ്ടുപോകാം. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 2Uൻ്റെ ഹെൽമെറ്റ് മൗണ്ടിങ് ബ്രാക്കറ്റാണ്. അപ്പോൾ ഹെൽമെറ്റ് മൗണ്ടിങ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സാധാരണ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ MCയിൽ വെച്ചിട്ട്, ഇതുകൊണ്ടോ ഈ MCയിലുകൾ വെച്ചിട്ട് ഞാൻ ഒട്ടിക്കലായിരുന്നു പരിപാടി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ഈ ഗോപ്രോയിൻ്റെ ഈ മൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രശ്നമാണത്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി പോവുകയും പിന്നെ ഇവിടുത്തെ വെൻറ്റുകളൊക്കെ പോവുകയും പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് മാറ്റി വെക്കില്ല, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല. സോ ബേസിക്കലി അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ 2Uൻ്റെ ഹെൽമെറ്റ് മൗണ്ടിങ് ബ്രാക്കറ്റാണ്. ഇതിൻ്റെ ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പം ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന് ഏതാണ്ട് 900 റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പ്രൈസ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഞാനിതിൻ്റെ ഒരു സ്റ്റേപ്ലർ മാത്രം ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതൊന്ന് അഴിച്ചു നോക്കി ഇതിനകത്ത് എന്തെല്ലാം ഉള്ളതെന്ന്. ഓക്കെ, സോ ഇതിൻ്റെ മെക്കാനിസം വളരെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ റബ്ബർ മൗണ്ടിങ് പാഡുകളുണ്ട്. അപ്പോൾ ഈ പാഡുകൾ നമുക്ക് ഗ്രിപ്പ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. നമ്മുടെ സാധാരണ ബാഗുകളിലൊക്കെ കാണുന്ന പോലത്തെ ക്ലിപ്പാണ്. അപ്പോൾ ക്ലിപ്പ് ഓൺ ക്ലിപ്പ് ഓഫ് സംവിധാനം ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ലെങ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വളരെ സിമ്പിളാണ്. പിന്നെ ഇവിടെ ഒരു സ്ക്രൂ പോലെ തന്നിട്ടുണ്ട്, ഒരു നട്ട്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പാനർ വെച്ച് മുറുക്കുകയും ചെയ്യാം. ചെറിയൊരു സ്പാനറാണെങ്കിലും മതി. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഹെൽമെറ്റ് ഗോപ്രോയിൻ്റെ ഈ ഒരു സ്ക്രൂ, ഗോപ്രോ തം സ്ക്രൂ, ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. നമുക്കത് എക്സ്ട്രാ ഇല്ലെങ്കിൽ നമുക്കിത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫിക്സ് ആവുമല്ലോ. പിന്നെ നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒരു കൺവേർട്ടറാണ്. കൺവേർട്ടറല്ല, ആക്ച്വലി ഇതൊരു എക്സ്റ്റൻഡറാണ്. ഇത് 90 ഡിഗ്രി കൺവേർട്ടർ ഇതിൻ്റെ പോലെ വരുന്നുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യുന്നു. സോ ബേസിക്കലി ഇത് ഞാൻ അഗിതയ്ക്ക് വാങ്ങിയതാണ്, അഗിതൻ്റെ ഹെൽമെറ്റിന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ അഗിതൻ്റെ ഹെൽമെറ്റിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഏകദേശം ഇങ്ങനെയൊരു സെറ്റപ്പ് വരും ഇത് ഹെൽമെറ്റ് കേട്ടോ. ഹെൽമെറ്റിൻ്റെ മൗണ്ടിലായിട്ട്, ചിന്നിൻ്റെ ഇതിലായിട്ട്. അപ്പം നല്ല ഗ്രിപ്പുണ്ട്. ഇവിടെ ഈ റബ്ബറിൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇച്ചിരി സ്റ്റഡിയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് വ്ളോഗ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തം ഹെൽമെറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറയും മൗണ്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാറ്ററി ചാർജർ. ഇത് പ്ലസ് ബാറ്ററി. ഇതൊരു ഗോപ്രോൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റാണ്, ഗോപ്രോ Hero 8ൻ്റെ. ഗോപ്രോ Hero 8ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഗോപ്രോ Hero 8ന് കണ്ടോ നീല കളർ ബാറ്ററി. ഈ നീല കളർ ബാറ്ററി 1220 mAh ആണ്. അപ്പം ഗോപ്രോ Hero 8 മുതൽ കുറച്ച് സ്റ്റെബിലൈസേഷൻ അവർ നമ്പർ 2 ആക്കിയതുകൊണ്ട്, ഹൈപ്പർ ബൂസ്റ്റ് 2
ആയതുകൊണ്ട് ബാറ്ററീൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ പഴയ Hero4 ബ്ലാക്കിന് നമുക്കിതായിരുന്നു ചാർജർ. ഇതൊരു തേർഡ് പാർട്ടി ചാർജറായിരുന്നു, വളരെ ചീപ്പായിരുന്നു. ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 2 ചാർജർ. ഇപ്പം ജസ്റ്റ് ഇതിന് കവറുകളും കാര്യങ്ങളൊന്നുമല്ല. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ്. നമുക്ക് എന്താണല്ലോ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, നൈസ്. ഇത് ഗോപ്രോൻ്റെ ചെറിയൊരു പ്ലസ് മൈനസ്. ഓക്കെ, ഇതിന് ലൈറ്റുകളുണ്ട്. പച്ച ലൈറ്റ്, ഓറഞ്ച് ലൈറ്റ് തെളിയുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, ചെറിയൊരു ഇതാണ് നമ്മൾ പ്രോഡക്റ്റ്. ഓക്കെ, നൈസ്. ഒരു ഗോപ്രോയിൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട്. നമുക്കൊരു എക്സ്ട്രാ ബാറ്ററിയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പൊളിച്ച് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ഉള്ളിൽ മൗണ്ട് ആകുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി, നമ്മളിപ്പം ഗോപ്രോയിലാണ് ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അതിൻ്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഇതിനകത്ത് വെച്ച് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ഗോപ്രോൻ്റെ കൂടെ കിട്ടിയ USB-C ടൈപ്പ് കേബിൾ, ഗോപ്രോൻ്റെ തന്നെ ഒരു USB കേബിൾ. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. ഓക്കെ, അടുത്ത നമ്മുടെ 2 പ്രോഡക്റ്റ്സ് നമുക്കുള്ളത് നമ്മുടെ Hero8 ബ്ലാക്കിൻ്റെ മീഡിയ മോഡാണ്. ഇത് ഭയങ്കര ഒരു ആൻറ്റിസിപ്പേറ്റഡ് പ്രൊഡക്റ്റ് ആയിരുന്നു. എൻ്റെ ചെറിയ നെഗറ്റീവ്സ് ഉണ്ട് എന്നാണ് എനിക്കാണ് തോന്നുന്നത്. ഇതിൻ്റെ പ്ലസും മൈനസും ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതിന് നമുക്കുള്ളത് ഒരു ലവലിയർ മൈക്രോഫോണാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് Gopro Hero8ൻ്റെ മീഡിയ മോഡ്. Gopro Hero8 കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ശേഷം എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഏതാണേലും ഇതിപ്പം കിട്ടി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് വാങ്ങിയതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ട് സുഖമായിട്ടുണ്ട്. അപ്പം നമുക്ക് സാധാരണ നമ്മൾ Hero 5, 6, 7, 8 ഈവൻ 9ലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഗോപ്രോൻ്റെ ഇത്ര മണ്ണുള്ളൊരു പീസ് ഉണ്ട്, ഒരു മൈക്രോഫോൺ അഡാപ്റ്റർ ഉണ്ട് എക്സ്ട്രാ. അപ്പം ആ ഒരു സംഭവം നമുക്ക് ചെറുതായിട്ട് ബൾക്കി ആവുന്നുണ്ട് എന്ന് സാധാരണ എല്ലാവരും റിവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ Hero8 മീഡിയ മോഡ് വാങ്ങിയത്. അപ്പോൾ നമുക്കിതിനകത്ത് മൈക്കും ഷോർട്ട് ഗൺ മൈക്കും നമുക്ക് ഉപയോഗിക്കാം. USB-C ഔട്ട്പുട്ടും ഉണ്ട്, HDMI ഔട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ നമുക്ക് ലൈറ്റോ അല്ലെങ്കിൽ വീഡിയോയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി എന്താണ് വാങ്ങിയത്. നമുക്ക് എന്നാലും ഇതൊന്ന് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നമുക്ക് 2 മീഡിയ മോഡ്, സേഫ്റ്റി ഗൈഡ് ലൈൻസ് ആവശ്യമില്ലാതൊന്നും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക്കലി മീഡിയ മോഡ്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു തം സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ കൂടെ ഒരു മൗണ്ട് വരുന്നുണ്ട്, ഹെൽമെറ്റ് മൗണ്ടിലേക്കുള്ള സാധനങ്ങൾ. ഓക്കെ, പിന്നെ നമുക്കിത് നമ്മുടെ മീഡിയ മോഡ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇവനെ നമ്മൾ തുറക്കാം. ഓക്കെ, റെഡി. ഇവനെ തുറന്നതിന് ശേഷം നമ്മളിവിടെ Gopro Hero8 നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ Gopro ഹീറ്റർ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ Gopro Hero8ൻ്റെ പുറകിലൊരു സൈഡിലൊരു ബാറ്ററി കവറുണ്ട്. ആ കവർ നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊരു നല്ലൊരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ്. കുറച്ച് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി അവർ ശ്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഡസ്റ്റ് പ്രൂഫിങ് എന്താണെങ്കിലും ആണ്, വാട്ടർ പ്രൂഫിങ് അല്ല എന്നാണ് കറക്റ്റായിട്ട് Gopro പറയുന്നത്. ദിസ് ഈസ് നോട്ട് വാട്ടർ പ്രൂഫ് എന്ന് അവരെവിടെയോ പറയുന്നുണ്ടായിരിക്കുമല്ലോ. യെസ്, ഇത് ഞാൻ മാനുവലി ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ദിസ് ഈസ് നോട്ട് വാട്ടർ പ്രൂഫ്, ഇത് വാട്ടർ പ്രൂഫ് അല്ല എന്നവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് വിൽ ഡാമേജ് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മീഡിയ മോഡും ഡാമേജ് ആവും, ഗോപ്രോയും ഡാമേജ് ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് Gopro Hero8 മീഡിയ മോഡ് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ബേസിക്കലി ഇവിടെ നമുക്ക് USB-C ഉണ്ട്, 3.5mm ജാക്ക് ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്. നമുക്കിവിടെ പവർ ബട്ടൺസ് ഉണ്ട്, നോർമൽ ഫിസിക്കൽ ബട്ടൺസ് ആണ്, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഷോർട്ട് ഗൺ മൈക്ക് ഉണ്ട്, ഫ്രണ്ട് ബാക്ക് സ്റ്റീരിയോ, ഇതിൽ 3 അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഹോട്ട് ഷൂ മൗണ്ട് ഉണ്ട്, കോൾഡ് ഷൂസ്. സോ ഇവിടെ നമുക്ക് ഉണ്ടെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൈക്ക് ഇവിടെ നമുക്ക് പവറും ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം Gopro ഇട്ടതിന് ശേഷം. ഓക്കെ, ഇപ്പോൾ Gopro Hero8 മീഡിയ മോഡ് ഔട്ട്. പിന്നെ അടുത്ത നമുക്കുള്ളത് ഇതിന് വേണ്ടിയിട്ടൊരു മൈക്കാണ്. ഇത് Maono എന്ന് പറഞ്ഞ കമ്പനിയുടെ ലവർ മൈക്കാണ്. ഇത് വെറും 299 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ്. മോശമില്ലാത്തൊരു മൈക്കാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ പറ്റും തോന്നുന്നു. ഓ നൈസ്, ഇതിനകത്തൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, നല്ലൊരു കവറാണ്, നല്ലൊരു സിഞ്ചിയാണ്. നമുക്ക് ഇയർഫോൺസ് മൈക്കൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ. എൻ്റെ ഇപ്പോൾ ഉള്ള മൈക്കിന് ഇടാനൊരു കവറല്ല, അപ്പോൾ അതിൻ്റെ കവറാണ് എന്താണ്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള മൈക്രോൺ, സ്ട്രൈറ്റ് ഫോർവേഡ്. ഇതിന് എക്സ്റ്റേണൽ പവർ സപ്ലൈ എന്നുള്ള നോർമൽ മൈക്ക് തന്നെയാണ്. ഇതിന് TRSS പ്ലഗ് ആണ്, പിന്നാണ് ഇതിന്. ഇപ്പം ബേസിക്കലി മീഡിയ മോഡ് TRSS എടുക്കില്ല, TRS മാത്രമേ എടുക്കുള്ളൂ. സോ അവരൊരു അഡാപ്റ്ററും കൂടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ TRSSൻ്റെ. ഓക്കെ, നമ്മളിതിങ്ങനെ ഇത് TRSS to TRS. അപ്പോൾ ഈ രണ്ട് പിന്നുള്ള അഡാപ്റ്റർ മാത്രമേ Gopro എടുക്കുകയുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ ഈ അഡാപ്റ്ററും കൂടി വാങ്ങി. ബേസിക്കലി എനിക്കിത് തോന്നുന്നുണ്ട് ഇതൊന്ന് മൈക്ക് ഹീറോയുടെ പുറകിൽ ഗോപ്രോ ഹീറോ 8ൻ്റെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ പുറകിൽ ഇത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നീട്ടം കൂടി നമുക്കൊരു ഇഷ്യൂ ആകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇത് വേറൊരു സ്റ്റീരിയോ റെക്കോർഡിങ്ങിനൊക്കെ കൂടി വേണ്ടി വാങ്ങിയതാണ്, ഡ്യുവൽ പർപ്പസായിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പണിവാളിയെന്ന് തോന്നുന്നു. നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഈ 2 പിന്നുള്ള TRS മൈക്ക് മാത്രം വാങ്ങുക, അത് സൗകര്യമായിരിക്കും നമുക്ക് സ്പെസിഫിക്കലി ഫോർ ഗോപ്രോ പർപ്പസ്. പിന്നെ ചെറിയൊരു ഇതുണ്ട്, ഇത് വർക്കാകുന്നില്ലല്ലോ, അടിപൊളി, അതിൻ്റെ ക്ലിപ്പ് വർക്കാകുന്നില്ല, എന്നാലും നമുക്ക് ക്ലിപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ അഗീതേൻ്റെ ജാക്കറ്റാണ്. ഓക്കെ, സോ ഇത് നല്ല കട്ടിയുള്ള തുണിയാണ്. ഇത് റെയിൻ പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പിനും കൂടെ ഉപയോഗിക്കാം. ഇതിന് ഉള്ളിലുള്ളൊരു സാധാരണ ലൈനറാണ്. അപ്പോൾ നമുക്ക് സാധാരണ ജാക്കറ്റുകളിലുള്ള പോലെ നമുക്ക് മൗണ്ട് ചെയ്യുകയും ഡിസ്മൗണ്ട് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു ജാക്കറ്റാണ്, ഒരു ലൈനറാണ്. സോ ബേസിക്കലി പിന്നെ BBJൻ്റെ വകയായിട്ട് BBJൻ്റെ അതിൻ്റെ ജാക്കറ്റിനുള്ളിൽ തന്നെ മെയിൻ ഇതൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ജാക്കറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ റെയിൻ ഗിയർ നമുക്ക് വയ്ക്കാം. ആക്ച്വലി ഇതിന് ജാക്കറ്റിൻ്റെ പുറകെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെയിൻ ഗിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വെക്കാം. ഇതുകൊണ്ട് ഇവിടെ ഒരു പൗച്ചുണ്ട്. നമുക്ക് സാധാരണ ജാക്കറ്റുകളിൽ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പഴയ ജാക്കറ്റുകളില്ല, എൻ്റെ റൈനോക്സിൻ്റെ ജാക്കറ്റാണ്, സ്പാർട്ടൻ്റെ ജാക്കറ്റാണ് കേട്ടോ. പിന്നെ ഈ ജാക്കറ്റിന് നമുക്ക് സാധാരണ അബ്രഷൻ റെസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു, മോശമല്ല, നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണെന്ന് തോന്നുന്നു. കൈൻ്റെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഇതൊക്കെ ഉണ്ട്, ക്ലിപ്സൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലും കയ്യിലൊക്കെ നോർമൽ ജാക്കറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന് ബാക്ക് പ്രൊട്ടക്ടർ വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക് പ്രൊട്ടക്ടർ നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേനും ലെവൽ 1 ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേനും എനിക്കിത് വളരെ അസൗകര്യമായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ ഞാനിത് റിമൂവ് ചെയ്തിടാറാണ് പതിവ്. കാരണം നമുക്ക് ജാക്കറ്റ് ഇങ്ങനെ കൂട്ടി പിടിക്കാനോ ഒന്നിനും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജാക്കറ്റ് മൊത്തം ക്യാരി ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നല്ലേ, അന്നേരം ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് സാധാരണ അഴിച്ചു വയ്ക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ജാക്കറ്റിൻ്റെ എഴുതിയിരിക്കുന്ന പേര് റൈഡർ ഏഞ്ചൽ എന്നാണ്, പക്ഷേ ലേഡി ഏഞ്ചൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ജാക്കറ്റിൻ്റെ കറക്റ്റുള്ള നെയിം കേട്ടോ. ഇത് ലാർജ് സൈസ് ജാക്കറ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ജാക്കറ്റിനെ പറ്റി. മോശമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഞങ്ങൾ റൈഡ് പോയതിന് ശേഷം പറയുന്നതായിരിക്കും. സോ നമ്മുടെ Hero 8 മോഡിനെ, നമ്മുടെ മീഡിയ മോഡിനെ ഹെൽമെറ്റോട് കൂടിയിട്ട് നമുക്ക് ഹെൽമെറ്റിനകത്ത് പിടിപ്പിക്കാം. പിന്നെ നമ്മുടെ Hero 4 പ്ലസ് ബ്ലാക്ക് ആക്കിയതിൻ്റെ ഹെൽമെറ്റിലേക്ക് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ 2U ഹെൽമെറ്റ് മൗണ്ടിങ് ബ്രാക്കറ്റ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മോശമല്ല കേട്ടോ. നമ്മളിത് ഇത്രയും വലിയ സെറ്റപ്പ് ചെയ്തതിനേക്കാളും എന്തുകൊണ്ടും മാന്യതയും വൃത്തിയും ഇത് തന്നെയാണ്. നമുക്കിപ്പോൾ വേണ്ടാന്ന് തോന്നി നമുക്കിത് അഴിച്ചു മാറേണ്ട കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വർത്ത് ഇറ്റ്. ഇത് സാധാരണ സ്റ്റേഡിയാണെന്ന് എനിക്ക് നല്ല സ്റ്റേഡിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സീനൊന്നുമില്ല, നല്ലതായിട്ട് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇനി ഇത് എത്ര നാൾ നിൽക്കും എന്നൊന്നും അറിയത്തില്ല. മെയ്ഡ് ഇൻ ചൈന, ഓഫ് കോഴ്സ്. ചൈനക്കാർക്ക് ഭയങ്കര ബുദ്ധിയും വെർസറ്റാലിറ്റിയും. ഓക്കെ, അഗീതൻ്റെ ഹെൽമെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ Hero 8 നമ്മൾക്ക് എങ്ങനെ മൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് Hero 8 മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ Hero 8ൻ്റെ ഒരു റിമൂവബിൾ കവറുണ്ട്. നമ്മളത് ബാറ്ററി കവർ, അത് നമ്മൾ റിമൂവ് ചെയ്തിടണം. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഇവർക്ക് സ്ലോട്ട് ഉണ്ട്, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇവനെ നമ്മൾ ക്ലിപ്പ് ചെയ്യുക. നമ്മുടെ Hero 8 മീഡിയ മോഡ് റെഡി. നമുക്ക് വേറെ കേസിങ് കാര്യങ്ങളൊന്നും നമുക്കറിയാം. Hero 8ൻ്റെ അടിഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ക്ലോസ്, ഇൻബിൽറ്റ് തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നം എനിക്ക് തോന്നി. ഇത് കണ്ടോ, ഇതൊരു ബുദ്ധിമുട്ടുള്ള കേസാണിത്. ഇത് ഊരാനും പിടിക്കാനും ഇതിൻ്റെ അടിയിൽ വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ. ഇത് ഊരാനും പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഇത് ഞാൻ മഴയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. Hero 4 ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിക്കർ മാത്രമേ ഒട്ടിച്ച് വെച്ചിട്ട് സുഖമായിട്ട് ഞാൻ മഴയത്ത് യൂസ് ചെയ്തു. ഇത് Hero 3ൻ്റെ കവറാണ്. Hero 4 ബ്ലാക്കിന് ഞാൻ Hero 3ൻ്റെ കവർ ഇട്ടിട്ട് അവിടെ സൈഡിൽ ഓട്ട വരുത്തതാണ് മൈക്കിന് വേണ്ടിയിട്ട്. ഇവിടെ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്ടർ പ്രൂഫ് അതിൻ്റെ റെയിൻ വ്ലോഗ് ഒക്കെ ഉണ്ട് മഴയത്ത് റൈഡ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സിപ്ലോ കവർ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും ചെയ്യാമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ലാമിനേഷൻ പോലെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഷോട്ട് ഗൺ മൈക്ക് നനയാതിരിക്കാൻ. ഈ ഷോട്ട് ഗൺ മൈക്ക് ഇതിന് നനഞ്ഞു കഴിഞ്ഞാൽ പോകും എന്ന് എനിക്ക് ഏകദേശ ധാരണയുണ്ട്. ഈ ഷോട്ട് ഗൺ മൈക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിച്ച് യൂസ് ചെയ്ത നമുക്ക് എപ്പോഴും യൂസ് വരുന്നില്ല എങ്കിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ റോട്ടിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസപ്പുറം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഷെയർ ഇട്ട് ആർക്കെങ്കിലുമൊക്കെ മീഡിയ മോഡിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 ഹെൽമെറ്റ് റെഡി ആയിരിക്കണം. നമ്മൾ ട്രിപ്പ് റെഡിയാണ്. ഇനി നമുക്ക് വണ്ടി സർവീസ് ചെയ്യണം.
വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കരിസ്മയുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ കരിസ്മയും എൻ്റെ CBR വെച്ചാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. മൂന്നാറിലേക്കാണ് ട്രിപ്പ്. പിന്നെ ആക്ച്വലി എൻ്റെ ഫേസർ മുംബൈയിലാണ്, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. മുംബൈയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊടുത്തിരിക്കുകയാണ്. മുംബൈയിൽ പോകുമ്പോൾ നമുക്ക് ഫേസർ എടുക്കണം. ഓക്കെ, അപ്പോൾ റോഡിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ സുലാൻ. ഈ സംഭവങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സുഖമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്, ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അവിടുന്ന് മോശമില്ലാത്ത പ്രൈസ്. ഇപ്പോൾ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ നടന്നിരുന്നു, അതിനാണ് ഞാൻ വാങ്ങിയത് ആക്ച്വലി. നിങ്ങൾക്ക് ഇതെല്ലാം ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ലേറ്റർ ഓൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ Hero8ൻ്റെ ഇൻഡെപ്ത് റിവ്യൂ നമുക്ക്, മീഡിയ മോഡിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ നമുക്ക് കാണാം. അപ്പോൾ സുലാൻ മാസലാമ, റോഡിൽ കാണാം നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ ആൻഡ് അഗിത ക്യാമറേൻ്റെ പുറത്തുനിന്ന് പോയി ജോലി. ബൈ.